നിൽക്ക് കല്യാണി, എന്റെ നൊമ്പരത്തി അങ്ങനെ അങ്ങ് പോയാലോ? അതെ, നീ അപ്പമ്മൻ താടി കണ്ടിട്ടുണ്ടോ? ഒരു ബന്ധനവും ഇല്ലാതെ ഇങ്ങനെ പാറി പാറി നടക്കുന്നത്. അതുപോലെ നമുക്കൊന്ന് പാറി പറഞ്ഞാലോ? അയ്യടാ, തനി അങ്ങ് പാറി പറഞ്ഞു നടന്നാ മതി. ഞാൻ പോവാ. കൃഷ്ണേട്ടാ, എന്താ വിലാസിനിയുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ പിന്നെയും ബാക്കി. അഖില, ഈയിടെയായിട്ട് നിനക്ക് പലതിലും സംശയങ്ങളാണ്. അതെ കൃഷ്ണേട്ടാ, സംശയങ്ങളാ. ഒരു സുപ്രഭാതത്തിൽ ആരോടും പറയാതെ സഹദേവൻ തൃച്ചംബരത്ത് വന്നിറങ്ങുന്നു. എന്നോടൊന്നും പറയാതെ വിലാസിനിയുമായി ഒരു നാളും ഇല്ലാത്ത പോലെ അവളുടെ വീട്ടിലേക്ക് അങ്ങ് പോയി. ആരും സംശയിച്ചു പോവും. എന്താ, എന്റെ ആ സംശയം ദൂരീകരിക്കാനുള്ള ഉത്തരവുണ്ടോ കൃഷ്ണേട്ടന്റെ കയ്യില്? അഖില, തൃച്ചംബരത്ത് എന്നും വിലാസിനെ കൊണ്ട് ഓരോരോ പ്രശ്നങ്ങളാണ്. എന്നിട്ടും വിലാസിനെ ഒരു ദിവസം മാറിയുന്നപ്പോ അഖില എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കൃഷ്ണേട്ടാ, വിലാസിന് തൃച്ചംബരത്ത് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവള് തന്നെയാ. പക്ഷേ തൃച്ചംബരത്തിന് ചിലപ്പോഴൊക്കെ അവളൊരു കരുതലും കാവലുമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തൃച്ചംബരത്തിന്റെ മുക്കിലും മൂലയിലും പതിയുന്ന അവളുടെ കണ്ണുകളെ ഭയപ്പെടുന്നവരുണ്ട് ഇവിടെ. മനസ്സാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ചിലപ്പോ എന്റെ തോന്നലാവാം, എന്നിൽ നിന്നും ആരൊക്കെയോ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്. എന്താ അഖില ഈ പറയുന്നത്? നീ അറിയാതെ തൃച്ചംബരത്ത് എന്തെങ്കിലും നടക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? കൃഷ്ണേട്ടാ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി അധികം വൈകിപ്പിക്കണ്ട. ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണത്തിന്റെ തീയതി കുറിപ്പിക്കണം. അതൊക്കെ ആകാം. നീ ആദ്യം സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാന്നോ? ഇളയച്ചൻ വന്നു അച്ഛൻ വിളിച്ച് പറഞ്ഞനുസരിച്ച് ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ വന്നതാ. അപ്പോ ഇളയച്ചൻ ഇവിടെ കണ്ടില്ലേ? ഇരിക്കടാ. ബിസിനസ് ഒക്കെ എങ്ങനെ? നന്നായിട്ട് പോകുന്നു ഇളയച്ച. നന്നായി തന്നെ പോണം. കാര്യം, നാട്ടിലും വിദേശത്തുമായി 10,000-കണക്കിന് പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. നാൾക്ക് നാൾ അതിന്റെ കീർത്തി കൂടുകയേ ചെയ്യാവൂ. ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല. കമ്പനിയുടെ കാര്യത്തിലും അതെ, തൃച്ചംബരത്തിന്റെ കാര്യത്തിലും അതെ. ഇളയച്ചൻ പറയുന്നത്? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെ, തൃച്ചംബരത്തിനൊരു പ്രൗഢിയോ അന്തസ്സും ഉണ്ട്. അതെന്റെ ഏട്ടത്തി, നിന്റെ അമ്മ നന്നായി കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. അതങ്ങനെ തന്നെ പോട്ടെ. നിനക്കും എനിക്കും ഈ തറവാടിനുമൊക്കെ അത് തന്നെയാ നല്ലത്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. പ്രായത്തിൻ്റെതായ ചില തോന്നലുകൾ നിന്നിലും ഉണ്ടായിട്ടുണ്ടാവാം. അത് വലിയ അപരാധമാണെന്നൊന്നും ഇളയച്ചൻ പറയുന്നില്ല. പക്ഷേ അകറ്റി നിർത്താനുള്ളതൊക്കെ അതാതിന്റെ സമയത്ത് അടർത്തി മാറ്റിയേക്കണം. ഇളയച്ചൻ ഉദ്ദേശിക്കുന്നത് അതെന്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ദാസേട്ടന്റെ മകളുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ആനന്ദ്, അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്, ഒരു ചെറിയ ലോകം. അതിൽ അച്ഛനും മകളും സന്തോഷം കണ്ടെത്തുന്നുമുണ്ട്.
ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ച് ആ കുടുംബത്തിന്റെ സന്തോഷം ഊതിക്കെടുത്തരുത് നീ. അതല്ല, നീ എന്റെ ഏട്ടനും ഏട്ടത്തിക്ക് അപ്പുറത്തായി അങ്ങ് വളർന്നിട്ടുണ്ടെന്ന് വല്ല തോന്നലും വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാ. ഈ തൃച്ചംബരത്ത് എന്റെ ഏട്ടനും ഏട്ടത്തിയും പറയുന്നതായിരിക്കും അവസാന വാക്ക്. ആനന്ദൻ, നീ എന്താ ഇങ്ങനെ മാറിപ്പോയത്? ഏട്ടത്തിയുടെ വാക്ക് ധിക്കരിക്കുന്നവനായിരുന്നില്ലല്ലോ നീ. അമ്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന മകൻ. ഈയിടെ നീ പല പ്രാവശ്യങ്ങളായിട്ട് ഏട്ടത്തിയോട് തട്ടിക്കയറിയതായിട്ട് ഞാൻ അറിഞ്ഞു. അതും എവിടെ നിന്നും വലിഞ്ഞു കയറി വന്ന ഒരു അടുക്കളക്കാരി പെണ്ണിനു വേണ്ടി. ഞാനിവിടെ ഉള്ളപ്പോ ഇളയവനെ കൊണ്ടായിരുന്നു ഏട്ടത്തിക്ക് സ്വൈര്യക്കേട്. ഇപ്പോ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് കരക്കടിപ്പിച്ചപ്പോ നീ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ ഏട്ടത്തിയെ തോൽപ്പിക്കാൻ. എടാ, നീയൊക്കെ കാണിക്കുന്നത് കണ്ടും കെട്ടും സഹിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഇവിടെ, എന്റെ ഏട്ടൻ. ആ ഹൃദയം തുന്നിക്കെട്ടി വെച്ചിരിക്കുകയാണെന്ന കാര്യം മറക്കരുത് നീ. എടാ, അതെന്റെ കൂടപ്പിറപ്പ് മാത്രമല്ല, എന്റെ അച്ഛനും ഏട്ടനും എല്ലാം കൂടിയാ. ആ മനുഷ്യനേക്കാൾ വലുതാണോടാ നിനക്ക് നിന്റെ കല്യാണി? എന്താടാ, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അല്ല, അച്ഛനേക്കാളും അമ്മയെക്കാളും വലുതല്ല എനിക്ക് കല്യാണി. പക്ഷെ അച്ഛനെ പോലെയും അമ്മയെ പോലെയും എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനാവാത്തവളാ കല്യാണി. നീ എന്താ ഇത് പറയാൻ വൈകിയെന്ന് ഈ ഇളയച്ചൻ ആലോചിച്ചത്? ഏട്ടനെല്ലാം പറഞ്ഞു. നീ ഏട്ടത്തി അറിയാതെ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടിയത് ഉൾപ്പെടെ. ഇളയച്ച, ഞാൻ നിനക്കറിയാലോ ആനന്ദൻ, ഏട്ടൻ എന്തു പറയുന്നു അത് തന്നെയായിരിക്കും എന്റെയും വാക്ക്. എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. ജീവിതം ഒന്നേ ഉള്ള ആനന്ദ്, അത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്നവരോട് കൂടി ജീവിച്ചു തീർക്കണം. അങ്ങനെ ഒരു ജീവിതം ഒരു ഭാഗ്യമാണ്. ഹലോ, ആ റെഡിയായോ? ഓക്കെ, താങ്ക്സ്. ആ, എത്രയും പെട്ടെന്ന് ആ വിസയും ടിക്കറ്റും എനിക്ക് മെയിൽ ചെയ്തേര്. ശരി, ഓക്കെ, ശരിയടാ. കളക്ടറിന് ഓൺലൈൻ ക്ലാസ് മുടക്കണ്ട. കല്യാണി, അച്ഛാ. ആ മോളെ, അച്ഛന്റെ ഗുളിക എടുത്തേ, രാവിലെ കഴിക്കാൻ മറന്നു. കൊള്ളാം. എന്താ അച്ഛാ ഇത്? രാവിലെ ഗുളിക എടുത്ത് തരാന്ന് പറഞ്ഞ കേക്കരുത്. ഗുളിക മുടക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? ഓൺലൈൻ ക്ലാസ് എങ്ങനെയുണ്ട്? വിക്ടേഴ്സ് ചാനലൊക്കെ കാണാറുണ്ടോ? ഉണ്ടച്ചാ, ഓൺലൈൻ ക്ലാസ് ഒക്കെ കൊള്ളാം. എന്നാലും സ്കൂളിൽ പോകുന്ന ആ ഒരു സുഖം കിട്ടുന്നില്ല. സ്കൂളിൽ പോയി കുത്തിമറിയാൻ പറ്റുന്നില്ല അല്ലേ? മണി 9 കഴിഞ്ഞല്ലോ. നിന്റെ ക്ലാസ് ഇതുവരെ കഴിഞ്ഞില്ലേ? ആ, കഴിഞ്ഞു. മൊബൈലിങ് എടുത്തേ. ഹാ, നെറ്റ് മുഴുവൻ തീർത്തു. അച്ഛന് ചായ എടുക്കട്ടെ?
ചേച്ചി ഫോൺ. ആരാ വിളിച്ചേ? ആ, അത് മൊബൈൽ കമ്പനിക്കാരാ. അയ്യോ, ആ കല്യാണി, നീ എന്താ ഫോൺ കട്ട് ചെയ്തേ? അത് അച്ഛനുണ്ട് ഇവിടെ. കല്യാണി, എനിക്ക് നിന്നെ ഒന്ന് കാണണം. അയ്യോ പറ്റില്ല, ഞാൻ പറഞ്ഞില്ല അച്ഛനുണ്ട് ഇവിടെ. അതൊന്നും സാരമില്ല. നീ എന്തെങ്കിലും കള്ളം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങ. ആ, ഒരു കാര്യം ചെയ്യ, നാളെ 1-ാം തീയതിയല്ലേ, പൂജാമുറി ഒരുക്കാൻ അമ്മ വിളിച്ചു എന്ന് പറയാ. അയ്യോ അതൊന്നും ശരിയാവില്ല വലിയ. അതെ, അച്ഛന്റെ മുന്നിൽ വെച്ച് ഫോൺ വന്നതിന്റെ നെഞ്ചെടുപ്പ് ഇതുവരെ മാറിയിട്ടില്ല. ദേ കല്യാണി, എനിക്ക് ഇപ്പൊ തന്നെ നിന്നെ കാണണം. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങ് ഔട്ട് ഹൗസിലേക്ക് വരും. അയ്യോ വലിയ, ഞാൻ അങ്ങോട്ട്. ഈശ്വര, ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ വലിയ ഇങ്ങോട്ട് വരും. വലിയ കുഞ്ഞ്, ദാസേട്ടൻ എന്താ ഇവിടെ? കുഞ്ഞ് പ്രതീക്ഷിച്ചത് എന്നെയല്ല അല്ലേ? ദാസേട്ടാ, പല കാത്തിരിപ്പുകളും പ്രതീക്ഷകളും ഒടുവിൽ ദുരന്തത്തിൽ എത്തിച്ചേരുന്നത് കണ്ടിട്ടുള്ളവനാ കുഞ്ഞ് ഈ ദാസ്. ദാസേട്ടാ, ഞാൻ ഇങ്ങനെയൊരു സന്ദർഭം നേരിടേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവിടെ വരെ കൊണ്ടെത്തിച്ചു കാര്യങ്ങൾ. എന്റെ മകളോട് കുഞ്ഞിന് സ്നേഹമുണ്ടെന്ന് അന്ന് ആശുപത്രിയിൽ വെച്ച് പറഞ്ഞു. എനിക്കത് ഇഷ്ടമല്ല എന്ന് എന്റെ പെരുമാറ്റത്തിലൂടെ പല പ്രാവശ്യം ഞാൻ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തിയതാ. കല്യാണിയെ ഞാൻ വിലക്കി, അവളത് ചെവിക്കൊണ്ടില്ല. നടു റോട്ടിൽ വെച്ച് ലോകത്തൊരു പിതാവിനും കാണാൻ ഇടവരുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കാഴ്ചയും കണ്ടു. തൃച്ചംബരത്തെ ശിവരാമ സാറും അഖില മേഡവും എനിക്ക് കൺകണ്ട ദൈവങ്ങളാ. ഞാൻ കാരണം അവർ വേദനിക്കരുതെന്ന് കരുതി ഞാൻ പല പ്രാവശ്യവും മക്കളെയും കൂട്ടി നാട് വിട്ടുപോയതാ. എല്ലാം കുഞ്ഞിനറിയാലോ. ഭൂമിയോളം ശ്രമിക്കുന്നവനാ ദാസ്. മനസ്സിൽ തട്ടി സങ്കടം സഹിക്കവയ്യാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ കുറ്റബോധം കൊണ്ട് നീറി നീറി ഈ ജന്മം കഴിച്ചു കൂട്ടേണ്ടി വരും എനിക്ക്. 25 കൊല്ലം തൃച്ചംബരത്തുകാരോട് കൂറും വിശ്വാസവും പുലർത്തിയതിന്റെ കണക്കിലല്ല, മറിച്ച് ദേ ഈ തോളത്തെ കുഞ്ഞിനെ ഒത്തിരി ചുമന്ന് നടന്നതിന്റെ കണക്കിൽ ചോദിക്കുക. കുഞ്ഞു കല്യാണി മറക്കണം. കാലു പിടിക്കാൻ ഞാൻ. ദാസേട്ടാ, എന്താ ദാസേട്ടാ കാണിക്കുന്നേ? എന്താ ദാസേട്ടാ ഇത്? വിശ്വാസവഞ്ചന കാണിച്ച് ജീവിക്കുന്നതിനേക്കാൾ ആത്മഹത്യ കുഞ്ഞ് നല്ലത്. ദാസേട്ടാ,
നാശം എടുക്കുന്നില്ല. ബെല്ലടിക്കുന്നുണ്ടോ? ബെല്ലൊക്കെ ഉണ്ട്, പക്ഷെ എടുക്കുന്നില്ലല്ലോ. നീ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. ഗുഡ് മോർണിംഗ് അങ്കിളെ. നീ കുറെ നേരമല്ലോ വിളിക്കാൻ തുടങ്ങിയിട്ട്. നീ വിളിച്ചുകൊണ്ടിരിക്കുന്നതേ എന്റെ കയ്യിലിരിക്കുന്ന ഫോണിലാ. നീയൊക്കെ കൂടിയാ വിലാസിനെ ഇത്ര വഷളാക്കുന്നത്. എടി, നിനക്കൊന്നും ഒരു പണിയുമില്ലേ? കണ്ടവരുടെ കുറ്റവും കുറവും കണ്ടെത്തി ഏഷണിയും പരദൂഷണവും പറഞ്ഞ് ഇത്തിൽ കണ്ണികളെ പോലെ അന്യരുടെ അന്നവും തിന്ന് ചീർക്കുന്ന കെട്ട ജന്മങ്ങൾ. വിലാസിനായിട്ട് നിനക്ക് എന്താടി ഏർപ്പാട്? അത് അങ്കിളെ, പിന്നെ അയ്യോ, ഇത് ഞാൻ ദുബായ് വെച്ച് എന്റെ ഡയറി ചുവന്ന മഷി കുറിച്ചിട്ടതാ. ഇത് തരാതെ പോയാലേ എനിക്കൊരു മനസമാധാനവും കിട്ടില്ല. സ്വന്തം കുടുംബവും ഒരുത്തിന്റെ ജീവിതവും തകർത്തിട്ട് മറ്റുള്ളവരുടെ സ്വസ്ഥത നശിപ്പിക്കാൻ നടക്കുന്നു. നിന്നെ ഇവിടെ തള്ളിയിട്ട് പോയ നിന്റെ ആദരണീയരായ അച്ഛനെയും അമ്മയും ഒന്ന് കാണണമെന്ന് കരുതിയതാ. ഇതുപോലൊരു പാരിതോഷികം അവർക്കും കൊടുക്കണമായിരുന്നു. അതിന് സമയം കിട്ടാതെ പോയി. അടുത്ത തവണ ഞാൻ ഇവിടെ വരുമ്പോ നിന്നെ ഒന്ന് ഈ തൃച്ചംബരത്തിന്റെ പരിസരത്ത് പോലും കണ്ടുപോരുത്. മനസ്സിലായോടി? മനസ്സിലായി. തൃച്ചംബരത്തിന് ചുറ്റും കുറെ ഭൂതഗണങ്ങളും ഉപദേവതകളും എല്ലാത്തിനെ ആവാഹിച്ച് ഏതെങ്കിലും അരയാലിൽ തളച്ച് ഇതിനു ചുറ്റും പുണ്യാഹം തളിക്കണം. ശപിക്കപ്പെട്ട ജന്മങ്ങൾ. അയ്യോ, അങ്കിളിന്റെ കൈ ഇരുമ്പോലൊക്കെയാണോ? എന്റെ അണപ്പല് പെണ്ണിലും പോലെ ആയി. അയ്യോ, ഇളകിയോ? ആടുന്ന് നോക്ക്. ഇനി എങ്ങനെ കഴിക്കുമ്പോ? അയാൾ അടിച്ചത് നിന്നെയാണെങ്കിലും അടി കൊണ്ടത് എനിക്കായിരുന്നു. വരട്ടെ, നാഗമടത്ത് ഗംഗ ആരാണെന്ന് അയാൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. വാ പോവാം. അയ്യോ ഗംഗ, തൽക്കാലം ഞാൻ അകത്തേക്കില്ല. അങ്കിള് പോയിട്ട് ഞാൻ അകത്തേക്കുള്ളൂ. കല്യാണി, വല്യുഞ്ഞെ, നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നേ? വല്യുഞ്ഞി ജോലി തിരക്കിലല്ലേ, ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. കല്യാണി, ഇന്നലെ രാത്രി നീ വരുമെന്ന് കരുതി ഞാൻ കാത്തു നിന്നു ഒരുപാട് നേരം. അത് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അച്ഛനുണ്ടായിരുന്നു. വല്യുഞ്ഞി എന്നെയും കാത്തിരിക്കുമെന്ന് എനിക്കറിയായിരുന്നു. വരാനിറങ്ങിയപ്പോഴൊക്കെ അച്ഛൻ വാതിൽക്ക് തന്നെ ഉണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കണം. നീ വന്നില്ലെങ്കിലും ഇന്നലെ രാത്രി മറ്റൊരാൾ എന്നെ കാണാൻ വന്നിരുന്നു. മറ്റൊരാളോ? അതാരാ? ദാസേട്ടൻ.